ടീം അംഗംവെട്ട് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു തള്ളമാരുടെ ഒപ്പമുള്ള അംഗംവെട്ടുകൾ. ടടേ! വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയാം, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒന്ന് ഇതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രം. ഒരു ഞായറാഴ്ച കാലത്ത് 9:30 ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. കിരാലൂർ ജില്ലയിൽ നിന്ന് ഗുരുവായൂർ ആനക്കോട്ട വരെ. കാലത്ത് 8 തൊട്ട് വൈകിട്ട് 6 മണി വരെ അങ്ങോട്ട് ഉണ്ട് അവിടെ. 20 രൂപയാണ് ഒരു തലയ്ക്ക് അവർ ഈടാക്കിയത്. ചൂട് കാരണം ഈ ആനയ്ക്ക് മോട്ടർ വെച്ചു കൊടുത്ത കേട്ടാ, എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞ് അടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അത്രയും ചൂടായിരുന്നേ. പിന്നെ അവിടുന്ന് പല സൈസില്, പല നിറത്തില്, പല നീളത്തിലുള്ള ആനകളെയും കണ്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നുട്ടാ. നിന്നും എടുത്ത ആനകള് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ കിടന്നിട്ട് റെസ്റ്റ് എടുക്കണ്ടിട്ടാ. നമ്മളവരെ ശല്യപ്പെടുത്താൻ പോയില്ലേ. ഐ തിങ്ക് ആനകളെ കൊടുന്നിട്ട് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാന്ന് തോന്നുന്നു അതിനെ ചട്ടം പഠിപ്പിക്കണതും മെരിക്കണതും ഒക്കെ ആയിട്ടുള്ള സംഗതി നടക്കണേ. പിന്നെ ഒരു വറ്റി വരണ്ടുണങ്ങിയ നിലയിൽ ഒരു കണ്ടൊരു കുളം. ആനക്കോട്ട ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തള്ളാർക്കും പിള്ളേർക്കും ഇരിക്കാൻ മുട്ടിയിട്ടാ. അപ്പോൾ ഇത് ലക്ഷ്യമാക്കിയിട്ട് നടന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു വണ്ടിയുടെ ഹോണടി കേട്ടത്. അത് നോക്കുമ്പോൾ വെള്ളം വണ്ടി. അതിൻ്റെ പിന്നാലെ തോന്നുന്നു പുതിയൊരു ഗജവീരനെ അവർ വണ്ടിയിലിട്ട് കൊണ്ടുവരുന്നുണ്ട്. വണ്ടിയിലുള്ള ആനയുടെ പോക്ക് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ജിലും ജിലും എന്നൊരു സൗണ്ട് കേട്ടെ. നോക്കുമ്പോൾ ഈ ആന നടന്നു വരുന്നു. നമ്മൾ പശുവിന് കയറിട്ടിട്ട് പശുവിനെ അഴിച്ചു വിടില്ലേ, ഓടിപ്പോവാണെങ്കിൽ ചവിട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഏട്ടാ ഈ ആനയുടെ കാലും വെച്ച് അങ്ങലിട്ട് കൊണ്ടുപോകണേ. പാപ്പാമാരുടെ ഒരു അംഗം വിട്ടോളേ. ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഒരു ചെതലരിച്ചു തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു ടീ ബ്രേക്കാ ഡ്രിങ്ക്സ് ബ്രേക്കാ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ ഇടയിൽ വിശാലമായ പേ ആൻഡ് പാർക്ക് സൗകര്യം ഇവിടെ ലഭ്യമാണ് കേട്ടോ. ആനക്കോട്ടയുടെ തൊട്ടടുത്ത് തന്നെ നന്ദിനി ഉണ്ട് കേട്ടോ. നമ്മളവിടെ കയറി കൊഞ്ചോ കരിമീനോ എന്താച്ചാൽ കൊടുക്കാൻ പറഞ്ഞു. എല്ലാം ഞങ്ങളുടെ ചെലവ്, പക്ഷെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് മാത്രം. നന്ദിനി കുട്ടിന്ന് കുറച്ച് പേര് നട്ടുച്ചയ്ക്ക് ചായ പറഞ്ഞു, കുറച്ച് പേര് ഐസ്ക്രീമും ജ്യൂസും ഷേക്കായിട്ട് അങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. പരിവാർ എന്നാണ് സിനിമയുടെ പേര്. ഓഹോ, എന്തൊട്ട് സിനിമ! നോമ്പുകാലം ഇത് രക്ഷപ്പെട്ടു. എല്ലാവർക്കും ഒരു വെജ് മീൽസും മേടിച്ചിട്ട് നേരെ അവിടുന്ന് ചാവക്കാട് പഞ്ചവടിയുടെ അടുത്തുള്ള ഫാമിലിയിലേക്ക് പോയി. ഇവിടെ 100 സെന്റിമീറ്ററിൽ ഉയരം കൂടിയ ആരും 150 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഉള്ളിൽ കയറാൻ. 10 മണി തൊട്ടിട്ട് 6:30 വരെ അങ്ങോട്ടുള്ളൂ സംഭവം. എല്ലാ ദിവസവും ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയത് നമ്മളെ വരവേൽക്കാൻ നിൽക്കണത് ദൈവനാട്ടാ, അൽ ഒട്ടഹ. ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുത്തും കുറച്ച് സാധനങ്ങളെ കയ്യിലും കാലിലും ഒക്കെ എടുത്ത് വെച്ച് കളിപ്പിക്കലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ചെറിയ വിനോദം. പിന്നെ തീറ്റ കൊടുക്കണത് നമ്മുടെ അമ്മമാർക്ക് ഇഷ്ടമായ കാരണം ഇലകളൊക്കെ ഓരോന്ന് മേടിച്ചിട്ട് ഓരോരുത്തരായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടാ. നമ്മൾ സൈഡിൽ നിന്ന് വീഡിയോഗ്രാഫി നോക്കുന്നുണ്ടേ. അത് തീറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണണം എൻ്റെ പൊന്നു. അത്രയും ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ഒട്ടകത്തിനാണെങ്കിൽ അവർ രാത്രി ഫുള്ള് പട്ടിണിക്കിട്ടൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരുടെയും കണ്ടത് മേടിക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ ഊഴം കഴിഞ്ഞു. അടുത്തതായിട്ട് ചെസ്റ്റ് നമ്പർ 2 കുതിരയും കുതിരയുടെ കുട്ടിയും. ഒട്ടകത്തിന് പ്ലാവിലാണെങ്കിൽ കുതിരയ്ക്ക് പുല്ലാട്ട കൊടുക്കണേ. അമ്മയും ആ ദിവസം പോയിട്ട് കുതിരയ്ക്ക് പുല്ല് കൊടുക്കാൻ പോയി. ആ ദിവസത്തിന്റെ ആയിരുന്നു പുല്ലേ. കുതിര ചക്കന്റെ കൈ കടിക്കുമെന്നായിരുന്നു എൻ്റെ പേടി. പിന്നെ സേഫായിട്ട് അവൻ കൊടുത്തിട്ട് പല്ലഞ്ചെറിയും കേട്ടിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് എല്ലാറ്റെങ്കിലും നിരത്തിയിരുത്തി ഒരു ഫോട്ടോ എടുക്കാനാന്ന് വെച്ചിട്ട് എല്ലാവരും വരിന്ന് തന്നെ ഇരുന്നിട്ട് 2-3 ഫോട്ടോ എടുത്തു. നമ്മള് ഫോട്ടോ എടുക്കണുണ്ടപ്പോ ചുള്ളനെ എനിക്ക് തൊട്ടാ അതേവരെ കിടന്നിരുന്ന മുതലാ. ഇനിയിപ്പോൾ അവനെ കൂടിയും പെടുത്താലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് അരയന്ന താറാവ് എന്തൊക്കെയാ അവിടെ കൊത്തി പറക്കുന്നുണ്ട്. ഇവിടെ ഒരു ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ തത്തേനൊക്കെ കൈമ വെച്ച് കൊടുക്കണു. തത്തകള്, കുഞ്ഞു തത്തകള്, വലിയ തത്ത. ഇതിന് തൊടാൻ പറ്റില്ല കേട്ടാ, അത് കടിക്കുമെന്നാണ് ആള് പറഞ്ഞത്. തത്തകളെ കഴിഞ്ഞപ്പോൾ പിന്നെ കോഴികളേക്കായി ഇവരുടെ നോട്ടം. കോഴിയുടെ തൂക്കൊക്കെ നോക്കുന്നുണ്ട്. രാത്രി ചട്ടിയിലാവാണാവോ. ഇത് പിങ്ക് കോഴി, പിന്നെ മഞ്ഞ, പച്ച, ചുവപ്പ്, നീല അങ്ങനെ കളർഫുൾ കോഴികൾ താഴെ കൂട്ടിലുണ്ടേ. അപ്പോഴാണ് നമുക്കൊരു സംശയം ഉടലെടുത്തത്. ഇത് കളർ അടിക്കണതാവോ? അങ്ങനെയാണെങ്കിൽ ഇതിന് കുളിപ്പിക്കുമ്പോൾ ഈ കളറൊക്കെ പോയില്ലേ? അപ്പം നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഴീനെ കൊഞ്ചിച്ചും ലാളിച്ചും കഴിയണില്ല. പിന്നെയാണ് കോഴി കൈമാറ്റം നടന്നത്. കോഴീനെ കൈമാറിയത് കോഴിക്ക് അത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കോഴി ചിറകിട്ടടിക്കുക എന്തൊക്കെ ഒരു വെപ്രാളം കാണിച്ചിരുന്നു. അവസാനം അത് താഴത്തേക്ക് ചാടി. എന്നിട്ട് ഞങ്ങൾ പിന്നെയും എടുത്ത് കയ്യിലേക്ക് കൊടുത്തുവിട്ടാ. പിന്നെയും കയ്യിലേക്ക് പിടിച്ചപ്പോൾ അത് പിന്നെയും പെടഞ്ഞിട്ട് നേരെ കൂട്ടിക്കും ചാടി. അത് സേഫായി. കോഴിയുടെ ഒരു അംഗം വിട്ടോളേ. പിന്നെ ഇത് കോഴിയാണോ താറാവാണോ എന്ന് എന്താ നമുക്കൊരു പിടിയില്ല. വീഡിയോയിൽ മെയിനായിക്കോട്ട് വെച്ചെടുത്തതാട്ടാ. അടുത്തതായി നമ്മുടെ ഈസ്തെറ്റിക് ആടിന് തീറ്റ കൊടുക്കുന്ന പരിപാടിയാണ്. പോപ്കോൺ ആണ് ഇവരുടെ മെയിൻ ഫുഡ്. കൊറിയക്കാരുടെ പോലെ ആടിനും കണ്ടു കാണില്ല എന്ന് മനസ്സിലായി. ആ മുടിയൊക്കെ ചിക്കി മാന്തി സാധനം കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇരുതലമൂലി പാമ്പ് നില കേട്ടല്ലോ, ദേ ഒരാട്. ഈ ആടിന്റെ തല കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് പാടുപെട്ടുട്ടാ. അപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞത്, എനിക്ക് ആടിന് തീറ്റ കൊടുക്കണമെന്ന് വീഡിയോ എടുക്കുന്നത്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞത് സഹായിച്ചു കൊടുക്കണ്ടേ. കൊടുത്തിട്ട് അവനെ. ഇനി കുറച്ച് മൊയലുകൾ കണ്ടാലോ? ഈ കാണുന്ന മൊയലുകൾക്കുണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് വലിയ പിടിയില്ല. കാരണം എന്തേലും ഉണ്ടോ, അത് കാരണം കൂട്ടിലിട്ട് വെച്ചേക്കണേ. ഇവന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം.
അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ്റെ പല്ല് ഓറഞ്ച് കളറാണ്. അതിന് ക്യാരറ്റ് തിന്നായതാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കൈ കൊണ്ട് നോക്കി നോക്കി. ഒരു പേടി കൈമ കടിക്കുമെന്ന്. അവസാനം ഒരു പുല്ല് നിലത്ത് കിടന്നിരുന്ന ഒരു പുല്ലെടുത്തിട്ട് നേരെ കൊടുത്തു. നോക്കൂ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ നോക്കൂ നോക്കൂ, കണ്ട കണ്ട കണ്ട, അത് കിട്ടിയ ദേ കണ്ട ഓറഞ്ച് പല്ലിനെട്ടാ. അത് കഴിഞ്ഞിട്ട് പൂച്ചയുടെ സെക്ഷനായിട്ടാ. അക്കിളി കാറ്റ്, മറ്റേ പേർഷ്യൻ കാറ്റ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇവര് കുറച്ച് പൂച്ചേനെ കൈ പിടിച്ച് നിന്നിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മമാർക്ക് പൂച്ചേനെ അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു, സ്ഥിരം കാണുന്നതല്ലേ പറമ്പിലും വടത്തൊക്കെ. അപ്പൊ അതിനെ വിട്ടിട്ട് നേരെ കങ്കാരു കുട്ടിയുടെ നെഞ്ചത്തേക്കായി കയറി. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ പാമ്പോളെ കാണിച്ചു തന്നുട്ടാ. പൈത്തൺ, കീത്തൺ, ഉടുമ്പ്, പിന്നെ എട്ടുകാലി, പിന്നെ സ്കോർപ്പിയ, തേള്, അങ്ങനെ ഓരോ സാധനങ്ങള്. പാമ്പുകൾ എടുത്ത് തോളത്ത് വെച്ചരും, കയ്യിൽ തരും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഓരോ ദിവസം ഓരോരുത്തർക്കാണ് ഡ്യൂട്ടി. ഇന്നൊരു പാമ്പിനെ എടുക്കുകയാണെങ്കിൽ ഇന്ന് ആ പാമ്പ് മാത്രമേ കളത്തിലുണ്ടാവുള്ളൂ. കാരണമായിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെ മാറി മാറി എടുക്കണതൊക്കെ ഇവർ പെട്ടെന്ന് ചത്തുപോകാൻ ഇടയാക്കുന്നു എന്നൊരു റീസണാണ് പറഞ്ഞത്. പേടിയോടെ കാണുന്ന പാമ്പുകളെ ഇങ്ങനെ അടുത്ത് ജീവനോടെ കാണാനും തൊടാനും പറ്റണതൊരു കൗതുകകരമായ കാര്യമായിട്ട് തോന്നി. പിന്നെ പാമ്പിനെ കണ്ട അട്ടത്തൊളിക്കുന്ന ആൾക്കാരൊക്കെ ദേ ഡയമണ്ട് നെക്ലേസ് ഇട്ട് നിൽക്കണ പോലെ ഇട്ട് നിൽക്കണ കണ്ട. ദീ ചേട്ടനാണ് എല്ലാവർക്കും പാമ്പിനെ മാല പോലെ ഇട്ട് കൊടുക്കണതിൻ്റെ ആണി. നിങ്ങളൊന്ന് നോക്കി വെച്ചോട്ടാ, അറിയാണ്ട് പോലും മൂപ്പര് കഴുത്തിലേക്ക് ഈ സാധനത്തിന് ഇട്ടേറിട്ടാ. പക്ഷെ പേടിക്കാനൊന്നുമില്ല, മൂപ്പര് പാമ്പ് പാവാട്ടാ. പിന്നെ കിളികളുടെ സെക്ഷനാണ്. അതേ പേരറിയാത്തൊരു സാധനം, വെറുതെ ഒന്ന് കണ്ടേക്ക്. എനിക്ക് തോന്നുന്നത് ഇത് പ്രാവിന് കോഴിയിലുണ്ടായ ഭീകരനായ ഒരു സാധനം കേട്ടാ. നല്ല രസമുണ്ട്. ഐ നോം എന്തായി കാണണേ? ഇത് ഫാമിലിയാണോ മറൈൻ ഡ്രൈവ് ആണോ? പിന്നെ ഇവനിങ്ങനെ കിടക്കണം നോക്കണട്ടാ. ഇവൻ പുല്ലിയല്ല, ഉടുമ്പർഗത്തിൽ പെട്ട എന്തൊരു സാധനമാണ്. കാട്ടുകോഴി, നാട്ടുകോഴി, ചിറകുള്ള കോഴി, പലതരം കോഴികളെ ഇവർ കൂട്ടിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 സ്പേസ് കൂടി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന ബാക്കി 3 കോഴികൾ കൂടി എടുത്തിട്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒരു സൗത്ത് ആഫ്രിക്കൻ വംശജനായ ഒരു കുട്ടിക്കുരങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ഈ കറുത്തിട്ട് കരിമുട്ടി പോലത്തെ ഒരു സാധനം കിടക്കണുണ്ട് അവിടെ. പിന്നെ അമേരിക്കൻ വംശജരായ ഗോൾഡ് ആൻഡ് ബ്ലൂ കളറുള്ള മാക്കൗ ഇനിയും കണ്ടു കേട്ടോ. പിന്നെ ഒരു XXL സൈസിലുള്ള ഒരു ഒട്ടകപക്ഷി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പിന് മൂർച്ചയിലാന്ന് തോന്നുന്നുണ്ട്. 2 കൊത്ത് മണലിലും 2 കൊത്ത് കമ്പീമിലും ആക്കിയിട്ട് മൊന ചെത്തി കുറിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൾക്ക് ഉച്ചയ്ക്ക് കൊടുത്ത ഫുഡ് പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, ഛർദ്ദിക്കുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇവരുടെ കയ്യിൽ കുറച്ച് തീറ്റയും കൊടുത്തിട്ട് ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ അതിനെയും കുറ്റിയിട്ടു. ഞങ്ങൾ ബുദ്ധിപൂർവ്വം കയറിയില്ലട്ടാ. കഴിഞ്ഞ വട്ടം കയറിയപ്പോൾ ഈ സാധനം ഞങ്ങളുടെ മേത്തേക്ക് തൂറിണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ പുറത്തുനിന്ന് വീഡിയോഗ്രാഫി ചെയ്തു. പിന്നെ കിളികൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി. 2-3 കൈമ വന്നിരിക്കണ തീറ്റ കാണിക്കുമ്പോഴത്തേക്കും. ഇതിന്റെ കൂടുകൾ തന്നെ പല കളറിലായ കാരണം നല്ല രസമുണ്ട്. പിന്നെ സന്ധ്യാ നേരമായപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള പഞ്ചവടി ബീച്ചിലേക്ക് പോയി. അവിടെ പട്ടം പറത്തുന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന വിനോദം. പട്ടം പറത്തി കഴിഞ്ഞപ്പോൾ തിര എണ്ണിയിട്ട് നേരം കളയാന്ന് വെച്ചു. ഞാൻ 6,36,128 വരെ എണ്ണീട്ടാ. ബാക്കി നിങ്ങൾ എണ്ണ. ഇതുവരെ ഒന്നും ആരും എത്തിണ്ടാവില്ല എന്ന് വിചാരിക്കണോ? ഇനി എത്തിയവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഫോണൊന്ന് തിരിച്ചു പിടിച്ച് കാണണേ. ഇതാണ് നല്ലൊരു മൊമെന്റ്. എല്ലാവരും ഉച്ചകഞ്ഞിക്ക് വരുന്ന പോലെ വരിയിൽ പോലെ വന്നിട്ട് കൈ മേപ്പട്ടേക്ക് പോയിട്ടുള്ള ഒരു ആഹ്ലാദം കണ്ട എന്തുട്ടൊരു കടൽ യാത്രകൾ കഴിഞ്ഞുട്ടാ. പിന്നെ നമ്മൾ അവിടെ നേരെ 4 മണിക്കാറ്റേക്ക് എത്തി. 4 മണിക്കാറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഒരാൾക്ക് 10 രൂപയും, ബോട്ടിൽ കയറണമെങ്കിൽ, ബോട്ടല്ല വെള്ളത്തിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടതായ ചാർജ്. എൻ്റെ കേരളം ബോട്ടിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടാ. നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴും ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഞ്ചിയൊക്കെ വെള്ളത്തിൻ്റെ നടുക്കിൽ നിന്ന് കത്താട്ടാ. നമ്മൾ കോട്ടും ഷൂട്ടും അണിഞ്ഞ് വെള്ളത്തിൽ കയറാൻ പുറപ്പെട്ടു. ഓരോരുത്തരായിട്ട് സൈഡിലേക്ക് അട്ടിയിട്ട് വെച്ചുട്ടാ. ആ ചേട്ടൻ വണ്ടി ഫസ്റ്റ് ഗിയറിട്ട് മുന്നോട്ടെടുത്തതും ഇവന് തല കറങ്ങി ഛർദ്ദിക്കാൻ വരെ എന്തൊക്കെയാ തോന്നണേന്ന് ഇവനറിയില്ല. ആകെ ഒരു പരവേശം എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ മലന്ന് കിടന്നുവൻ. വള്ളം 2 റൗണ്ട് കഴിഞ്ഞ് കരക്കെടുത്തു. വള്ളത്തിലെ യാത്ര അതിമനോഹരമായിരുന്നു. വള്ളത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ നേരെ നടന്നു, കുറച്ച് വയസ്സ് കുറയ്ക്കാന്ന് വെച്ചു. പിന്നെ ഇവര് ഊഞ്ഞാലാട്ടിയും വട്ടത്തിൽ കറക്കിയും ഞങ്ങൾ കുതിരയുടെ പുറത്ത് കയറി അങ്ങനെ സമയം തള്ളി നീക്കി. പിന്നെ അവിടെ നിന്ന് നേരെ വെജ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് എന്തൊക്കെയോ വാരിക്കൂട്ടി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. അപ്പോൾ ബൈ.